ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. 1.5 കിലോ പഞ്ചസാരയുടെ വില എന്ന് പറയുന്നത് 51 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയാൽ 2.5 കിലോ പഞ്ചസാരയുടെ വില എത്രയാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1.5 കിലോയ്ക്ക് 51 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് 1.5 കിലോയിൽ എത്ര അരകളുണ്ടെന്ന് നോക്കുക. അപ്പോൾ 1.5 കിലോയിൽ എത്ര അരകളാണുള്ളത്? 3 അരകളാണുള്ളത്. ആ 3 അരകളുടെ വിലയാണ് എത്ര? 51 രൂപ. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു അരയുടെ വില എത്രയായിരിക്കും? 51 ഡിവൈഡഡ് ബൈ 3. ആൻസർ എത്ര കിട്ടും? 17 കിട്ടും. അപ്പോൾ അര കിലോയ്ക്ക് എത്രയാണ് വില? 17 വില. അങ്ങനെയാണെങ്കിൽ 2.5 കിലോയ്ക്ക് 2.5യിൽ എത്ര അരകളുണ്ട്? 5 അരകളാണുള്ളത്. ഓക്കെ, അപ്പോൾ 5 അരകളുണ്ടെങ്കിൽ ഒരു അരയുടെ വില എത്രയെന്ന് നമുക്കറിയാം. എത്രയാണ്? 17. അപ്പോൾ 5 ഇൻറ്റു 17 എത്ര ആൻസർ വരും? 85 രൂപ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/2 ലിറ്ററിൻ്റെ കാൽഭാഗവും 1/4 ലിറ്ററിൻ്റെ പകുതിയും ചേർന്നാൽ എത്ര ലിറ്റർ ആകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്ററിൻ്റെ പകുതിയാണ് എന്ത്? 1/2 ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെയും പകുതിയാണ് എന്ത്? 1/4 എന്ന് പറയുന്നത്. അതിൻ്റെയും പകുതിയല്ലേ 1/8 എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1/2 ലിറ്ററിൻ്റെ കാൽഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/8 പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്നത് 1/4 ലിറ്ററിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/8 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂടിയിട്ട് എത്ര ലിറ്റർ ആകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/8 പ്ലസ് 1/8, അത് രണ്ട് ഭിന്നസംഖ്യകൾ രണ്ടും കൂട്ടാൻ, ഫ്രാക്ഷൻസ് രണ്ടും കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരിക 2/8. 2/8 അത് ചെറുതാക്കി കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1/4 എന്ന് വരും ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് 1/5 ഭാഗത്തിന് തുല്യമാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവിൻ്റെ 1/4 ഭാഗം എങ്കിൽ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? അതായത് 10 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം സമചതുരത്തിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് വശം ഇൻറ്റു വശം. അപ്പോൾ എന്താണ്? വശം നമുക്ക് തന്നിട്ടുണ്ട് 10. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയായിരിക്കും? 100 ആയിരിക്കും. 100ൻ്റെ 1/5 ഭാഗമാണ് വൃത്തത്തിൻ്റെ കാൽഭാഗം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ 1/5 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 100 ഇൻറ്റു 1/5 20 കിട്ടുന്നത്. അപ്പോൾ 20 ഭാഗമാണ്, 20 വൃത്തത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ 1/4 ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്, 20 അതിൻ്റെ 1/4 ഭാഗം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫുള്ള് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 20 ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ എത്ര വരും ആൻസർ? 80 വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. 3 അഭാജ്യ സംഖ്യകൾ ഗുണിച്ചപ്പോൾ 530 കിട്ടി. എന്നാൽ സംഖ്യകളിൽ വലുത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 3 അഭാജ്യ സംഖ്യകളല്ലേ? അപ്പോൾ നമുക്കറിയാം 530 കിട്ടേണ്ടത്. അപ്പോൾ 530 കിട്ടണമെങ്കിൽ നമുക്കറിയാം 53 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 530 കിട്ടും. അപ്പോൾ അഭാജ്യ സംഖ്യകൾ, 3 അഭാജ്യ സംഖ്യകൾ എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് 53 ഇൻറ്റു 10 നമുക്ക് എങ്ങനെ ചെയ്യാം? 53 ഇൻറ്റു 10 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അതിൽ വലിയ അഭാജ്യ സംഖ്യയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 53 ഇൻറ്റു 2 ഇൻറ്റു 5 വലിയ സംഖ്യ ഏതാണ്? 53 ആൻസർ വരിക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x/y എന്ന് പറയുന്നത്, x ഡിവൈഡഡ് ബൈ y എന്ന് പറയുന്നത് 3/2 ആയാൽ x+y ഡിവൈഡഡ് ബൈ x - y എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിന് നമുക്ക് 3 ആയിട്ടും വൈനെ 2 ആയിട്ടും എടുക്കുകയാണെങ്കിൽ x+y ഡിവൈഡഡ് ബൈ x - yൻ്റെ അവിടെ എന്ത് ചെയ്യുക? എക്സിൻ്റെ വാല്യൂ 3 ആയിട്ട് കൊടുക്കുക, വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക? 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 + 2 ഡിവൈഡഡ് ബൈ 3 - 2. അപ്പോൾ എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ 1 വരും. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 5. ഓക്കെ.